ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊറിയൻ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് മോക്ക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിയോ ഓടി വന്ന് അവന്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ചെറിയൊരു മാപ്പ് വരച്ച് മോക്കയുടെ കയ്യിലേക്ക് കൊടുക്കും. അല്ല കിയോ, ഇത് എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കും. നോക്ക, ആ പോലീസുകാരൻ പറഞ്ഞ പോലെ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ഒരേപോലെ ഇരിക്കണമെന്നില്ല. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ ഇപ്പോ ഇരിക്കുന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ ശരിയാവില്ല. ചിലപ്പോ നീ മരിച്ചു പോകേണ്ട അവസ്ഥ വരെ എത്താമെന്ന് ഇങ്ങനെ പറയും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് കിയോ? ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ എന്റെ മുൻപിൽ ഒരു വഴിയും ഇല്ലാന്ന് പറയും. ഉണ്ട്, വഴിയുണ്ട്. പക്ഷെ അതിന് നീ പോലീസിന്റെ അടുത്തേക്ക് പോവരുത്. നീ ആരും അറിയാണ്ട് എന്റെ വീട്ടിലേക്ക് വന്ന് എന്നെ കാണണം. എന്റെ റൂമിൽ ഒരു ബ്ലൂ ലൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്റെ റൂം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പുറത്തു നിന്ന് ജനലില് നീ 2 തവണ കൊട്ടിയാൽ മാത്രം മതി എന്ന് പറയും. അല്ല കിയോ, നീ വലിയ ഹീറോ ആയിട്ട് മാറിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്റെ ജനലില് വന്ന് തട്ടിക്കഴിഞ്ഞാല് എന്താ മാറ്റം അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടും. എന്തായാലും നീ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്ക്. ഏത് പാതിരാത്രിക്കും നിനക്ക് എന്റെ ജനലിൽ വന്ന് കൊട്ടാം. ഞാൻ അത്രക്ക് ഡീപ് സ്ലീപ്പിലേക്കൊന്നും പോവില്ല. നീ അത് ഓർത്തു വെച്ചോ. ഏതവസ്ഥയിലും നിനക്ക് എന്റെ ഹെൽപ്പ് വേണമെങ്കിൽ അവിടെ വന്നാൽ മാത്രം മതി. ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് കിയോ അവിടെ നിന്ന് പോകും. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ മോക്കയുടെ ഫാദർ വീട്ടിലേക്ക് കുടിച്ചു വന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കാനായിട്ട് തുടങ്ങും. മോക്കയാണെങ്കിലോ റൂമിൽ കയറി വാതിലടച്ച് പേടിച്ചേരണ്ടിരിക്കുവാണ്. ആ ടൈമിന് കിയോ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരും. എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോണോന്നും പറഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് കിയോന്റെ വീട്ടിലേക്ക് വന്ന് ജനലിൽ മുട്ടും. ഈ സൗണ്ട് കേട്ട് കിയോയും എഴുന്നേറ്റ് ജനല് തുറന്നു നോക്കും. അവളാണെങ്കിലോ മഴയത്ത് നനഞ്ഞ് ഒരു ഷൂ പോലും ഇടാണ്ടാണ് ഓടി വന്നിട്ടുള്ളത്. എന്തായാലും മോക്ക ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു കിയോ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിയോ അങ്ങനെ തന്നെ ഒരു റെയിൻകോട്ടൊക്കെ ഇട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വന്ന് ഒരു റെയിൻകോട്ടും ഷൂവും കൂടി മോക്കൊക്കെ കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് വന്ന് ആ ഒരു ഷുഗർ ഏജൻസിയുടെ മാനേജറിന് കോൾ ചെയ്യും. ഞാൻ മോക്കയുടെ ഫ്രണ്ട് കിയോയാണ് സംസാരിക്കുന്നത്. മോക്കയുടെ മനസ്സ് മാറി ഞങ്ങളെപ്പോ അങ്ങോട്ടേക്ക് വരണമെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സൺഡേ ഓൾഡ് സിയോൾ സ്റ്റേഷനിലേക്ക് വരൂ. നിലത്ത് ഒരു കോമ്പസ് ഒക്കെ വെച്ചിട്ടുണ്ടാകും. അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ തന്നെ ഇതെല്ലാം കിയോ ഒരു നോട്ടിൽ എഴുതി വെക്കും. എന്തായാലും സൺഡേ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് മോക്കേനെ തിരിഞ്ഞു നോക്കും. കിയോന്റെ അടുത്ത് സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം പെട്ടെന്ന് മാനേജറിന് റാൻസോന്റെ അടുത്ത് നിന്ന് കോള് വരും. പെട്ടെന്ന് റാൻസോനെ കാണാനായിട്ട് ചെല്ലാനായിട്ടാണ് പറയുന്നത്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് മോക്കയുടെ ഫാദറിനെ കാണിക്കാണ്. പുള്ളിക്കാരനെ ഇത്ര നേരം ഉറങ്ങുമായിരിക്കും. പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ടിട്ട് മോക്കയുടെ റൂമിന്റെ വെളിയിൽ നിന്ന് തട്ടാനായിട്ട് തുടങ്ങും. പക്ഷെ മോക്ക ഉള്ളിൽ നിന്ന് ലോക്കാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരനാണെങ്കിൽ പെട്ടെന്ന് ടെൻഷനായിട്ട് വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് മോക്ക അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുള്ള കാര്യം പുള്ളിക്കാരൻ മനസ്സിലാക്കുന്നത്. അതേ ടൈം റാൻസോ തന്റെ മാനേജർ പുതിയതായിട്ട് തുടങ്ങിയ ഏജൻസിയിൽ പാട്ട് പാടാനായിട്ട് ഓക്കെ പറയും. ബട്ട് മാനേജറിന്റെ കയ്യിൽ റാൻസോന് കൊടുക്കാനായിട്ടുള്ള ക്യാഷ് ഒന്നുമില്ല. മാനേജറിന്റെ പേര് ജൂൺ എന്നാണ്. ജൂൺ അങ്ങനെ തന്നെ. പക്ഷേ ഇപ്പോ എന്റെ അടുത്ത് നിങ്ങൾക്ക് തരാനായിട്ടുള്ള ക്യാഷ് ഒന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ റാൻസോയും അതിനായിട്ട് ഞാൻ ആ എഗ്രിമെന്റിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു 20 മില്യൺ ആൽബം വിറ്റുപോയി. അതിൽ നിങ്ങളുടെ കമ്പനിക്ക് എത്ര ഷെയർ കിട്ടുന്നുവോ അതിന്റെ പാതി ഷെയർ എന്റെ സാലറി ആയിട്ട് തന്നാ മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജൂണിന് ഭയങ്കര ഹാപ്പി ആകും. അങ്ങനെ പെട്ടെന്ന് തന്നെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനായിട്ട് പോകും. അപ്പോഴാണ് ജൂൺ ഒരു കാര്യം ഓർത്തെടുക്കുന്നത്. അല്ല റാൻസോ, നിങ്ങൾക്കിപ്പോ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ റിജക്ട് ചെയ്തിട്ട് എന്റെ ഓഫർ നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, മറ്റുള്ളവരിൽ നിന്ന് വന്ന എല്ലാ കോൺട്രാക്റ്റിലും എന്നെ അവര് ഇവരെന്നും പറഞ്ഞാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിന്റെതിൽ മാത്രം എന്നെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാണ് മെൻഷൻ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തെന്ന് പറയും. അതേ ടൈം കിയോനെയും മോക്കേനെയും കാണിക്കാണ്. അവരിപ്പോ ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. രാവിലത്തെ ഫസ്റ്റ് ബോട്ടിന് തന്നെ കിയോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാലോ എന്നാണ് രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പോ ഉള്ളത്. ഇപ്പൊ തന്നെ കിയോ കുറച്ച് സ്നാക്സ് എടുത്ത് മോക്കക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. മോക്കയാണെങ്കിലോ എനിക്ക് വേണ്ട, എനിക്കിപ്പോ വിശക്കുന്നില്ല എന്ന് പറയും. അതെന്താണ് നിനക്ക് വിശക്കാത്തത്? നമുക്ക് ഒരുപാട് ദൂരം പോവേണ്ടതാണ്, അതുകൊണ്ട് നീ കഴിച്ചോ. പിന്നെ നിനക്ക് ചെറിയ സങ്കടവും ഉണ്ടാവാം അല്ലേ നീന ചോദിക്കും. ഏയ് എന്ത് സങ്കടം? ഞാൻ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് മോക്കയും ചോദിക്കും. അല്ല വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. എനിക്ക് തന്നെ വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. പിന്നെ എന്റെ കയ്യിൽ വലിയ ക്യാഷും ഇല്ല. ചിലപ്പോ നമ്മള് വഴിയോരത്തൊക്കെ കിടക്കേണ്ട അവസ്ഥ
അവസ്ഥ വരെ വരാം. അതുമല്ലാണ്ട് ഈ ദ്വീപിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥയും നമുക്ക് വന്നേക്കാന്ന് പറയും. ഞാനിപ്പോ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. ഒരു ദിവസം എന്റെ അച്ഛനെ കാണാണ്ടിരുന്നാല് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് 2 ദിവസമായാല് എക്സ്ട്രാ കുറച്ചും കൂടി സന്തോഷം കിട്ടും. പിന്നെ ഒരിക്കലും എന്റെ ലൈഫിൽ എന്റെ അച്ഛനില്ല എന്നറിഞ്ഞു കഴിഞ്ഞാല് എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരേണ്ടി വന്നാലും എനിക്കതിൽ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് പറയും. അപ്പൊ തന്നെ കിയോ, എന്റെ അമ്മ എന്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അത് നമുക്ക് എങ്ങനെയെങ്കിലും സാധിച്ചു കിട്ടും. അത് ചിലപ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിന് കിയോ ജോലി ചെയ്യുന്ന കാര്യം അവന്റെ ഫാദറിന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അയാള് കിയോയും മോക്കയും കൂടി അവിടെ ഇരിക്കുന്നത് കാണും. അയാൾ അപ്പൊ തന്നെ മോക്കയുടെ അച്ഛനെ വിളിച്ച് കാര്യം പറയും. മോക്കയുടെ അച്ഛനും അങ്ങനെ തന്നെ വണ്ടിയും എടുത്ത് മോക്കിനെ കാണാനായിട്ട് ഇറങ്ങും. അതേ ടൈം മോക്കയും കിയോയും കൂടി ബോട്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ആ ടൈമിന് മോക്ക, എന്തൊക്കെ വന്നാലും ശരി, ഇനി മുതൽ നീ സങ്കടപ്പെടണ്ട, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, അതെ എന്റെ പ്രോമിസ് ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ കിയോ, അയ്യേ നീ എന്താ ഈ പറയുന്നത്, നീ ഈ ടൈമിന് എന്നെ പ്രപ്പോസ് ചെയ്യുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, നീ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി, എന്തൊക്കെ വന്നാലും ഞാൻ ഇനി സിയോളിലേക്ക് പോയാൽ വലിയൊരു പാട്ടുകാരി ആവുമല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് കിയോ മോക്കയുടെ ഫാദർ വരുന്നത് കാണും. അപ്പൊ തന്നെ മോക്കേനെ പിടിച്ചു മാറ്റിയിരുത്തി കയ്യിലുള്ള ബാഗ് എടുത്ത് മോക്കയുടെ കയ്യിലേക്ക് കൊടുത്ത്, ചിലപ്പോ നമുക്ക് ഇന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അതെന്താ കിയോ നീ ഇങ്ങനെ പറയുന്നത്, അപ്പോ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമോ എന്ന് ഇങ്ങനെ ചോദിക്കും. മോക്ക, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ജൂലൈ 1-ാം തീയതി ഓൾഡ് സിയോൾ സ്റ്റേഷനില് രാവിലെ 8 മണിക്ക് നീ ചെല്ലണം. അവിടെയുള്ള തറയിൽ ഒരു കോമ്പസ് പോലെ വരച്ചിട്ടുണ്ട്, അവിടെ നിന്നാ മതി. നിന്റെ അടുത്ത് ലീ എന്നുള്ള ഒരാൾ വന്ന് സംസാരിക്കും. ഇനി എങ്ങാനും ലീന അവിടെ കണ്ടില്ലെങ്കിൽ ദേ ഈ ഫോൺ നിന്റെ കയ്യിൽ വെച്ചോ, ഇതിൽ ഫസ്റ്റ് നമ്പർ ആ ലീയുടേതാണ്, അങ്ങനെ തന്നെ കോൾ ചെയ്ത് അയാളുടെ അടുത്ത് സംസാരിച്ചാൽ മതി. ഞാൻ എന്തായാലും പോവാണെന്നും പറഞ്ഞിട്ട് കിയോ പയ്യെ നടക്കും. അപ്പൊ തന്നെ മോക്ക കയ്യിൽ പിടിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട്, അല്ല നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവാന്നല്ലേ പ്ലാൻ ചെയ്തത്, ഇപ്പൊ നീ എന്താണ് എന്നെ ഒറ്റക്കാക്കി പോകുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നീ ഒറ്റക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ലത് മോക്ക, നീ എന്തായാലും സിയോളിലേക്ക് ചെന്ന് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യണം. ട്രാൻസ്ഫറിനെ പോലെ തന്നെ അവിടെ ചെന്ന് നീ നിന്റെ പേര് മാറ്റി വേണം ജീവിക്കാനായിട്ട്. എന്താ നീ അങ്ങനെ ചെയ്യില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ആന്നും പറഞ്ഞിട്ട് മോക്കയും ഭയങ്കര ഇമോഷണൽ ആയിട്ട് തല കുലുക്കി കാണിക്കും. അപ്പൊ തന്നെ കിയോ വീണ്ടും, മോക്ക ഇനി ഞാൻ പറയുന്ന കാര്യം നീ ഒരിക്കലും മറക്കരുത്. സിയോളിൽ ചെന്ന് നീ സാധാരണ ഒരു പാട്ടുകാരിയായി മാറരുത്, ഭയങ്കര വലിയൊരു ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു പാട്ടുകാരിയായി മാറണം. അതിനുശേഷം നീ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരരുത്, നിന്റെ ഫാദറിനെ മീറ്റ് ചെയ്യരുത്, എന്നെ പോലും നീ മറന്നു കളയണം. എന്താ ഓക്കെ അല്ലേ, ഇപ്പൊ എനിക്ക് പോവാനായിട്ടുള്ള ടൈമായി എന്ന് പറഞ്ഞിട്ട് അവന്റെ എല്ലാ സാധനങ്ങളും മോക്കയുടെ കയ്യിൽ കൊടുത്ത് പുറത്തേക്ക് വരും. അങ്ങനെ നേരെ മോക്കയുടെ ഫാദറിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. നിങ്ങൾ ആ ബോട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന് പറയും. ഓ, അപ്പൊ മോക്കേന ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നത് നീയാണല്ലേ, മര്യാദക്ക് മാറി നിന്നോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയും. എന്നാലും കിയോ മാറാണ്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കും. അങ്ങനെ മോക്കയുടെ ഫാദർ ഭയങ്കരമായിട്ട് കിയോനെ എടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം മോക്ക കിയോ കൊടുത്ത ബാഗ് തുറന്നു നോക്കും. അതിലാണെങ്കിലോ ഇവൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സും അതേപോലെ ഒരു ഡയറിയും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഡയറി തുറന്നു നോക്കും. ഇവളെങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്നുള്ള അഡ്രസ്സും എഴുതിയിട്ടുണ്ട്. അതുമല്ലാണ്ട് ഒരുപാട് ഏജൻസിയുടെ അഡ്രസ്സും അതിലുണ്ട്. അതുമല്ലാണ്ട് കിയോന്റെ ഫാദർ അവനെ അടിച്ചതിന് ശേഷം ഒരുപാട് പാടുകളൊക്കെ ദേഹത്ത് വരുമല്ലോ, അതിന്റെ ഓരോ ഫോട്ടോസുമായിട്ടും കിയോ ആ ഒരു ഡയറിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മോക്ക ഭയങ്കരമായിട്ട് കരയാനായിട്ട് തുടങ്ങും. എന്തുകൊണ്ടാണ് കിയോയും ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് മോക്കക്ക് മനസ്സിലാവുന്നത്. അതേ ടൈം പുറത്ത് മോക്കയുടെ ഫാദർ കിയോനെ അടിച്ചിടും. കിയോയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴാണ് കണ്ണ് തുറന്നു നോക്കുന്നത്. ആ ടൈമിന് മോക്ക എഴുന്നേച്ച ബോട്ട് കുറച്ചു ദൂരം എത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ആകും. അതേ ടൈം മോക്ക ഇതെല്ലാം എടുത്ത് നോക്കി ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പയ്യെ തിരിഞ്ഞു നോക്കും. ആ ടൈമിന് മോക്കയുടെ ഫാദർ മോക്കേനെ നോക്കി ഭയങ്കരമായിട്ട് ടെററായിട്ട് നിൽക്കാണ്. ഇത് കാണുമ്പോൾ മോക്കക്ക് ഭയങ്കരമായിട്ട് പേടിയാകും. അങ്ങനെ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് ഓടാനായിട്ട് തുടങ്ങും. ഫാദറും മോക്കയുടെ പുറകെ തന്നെ വെച്ചു പിടിക്കും. അതിനിടയിൽ കിയോ കൊടുത്തിട്ട് പോയ ബാഗ് മോക്കയുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴും. അതെടുക്കാനായിട്ട് പോകുമ്പോഴേക്കും ഫാദർ വന്ന് ഇവിടെ ക്യാച്ച് ചെയ്യും. അപ്പൊ തന്നെ മോക്ക ഫാദറിന്റെ കൈക്കിട്ട് ഒരു കടിയും കൊടുത്ത് പുറത്തേക്ക് ഓടും. പുറത്തെത്തുമ്പോഴാണ് ബോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം മോക്കക്ക് മനസ്സിലാവുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. ആ ടൈമിന് തന്നെ മോക്കയുടെ ഫാദറും ഓടി പുറത്തേക്ക് എത്തും. നോക്കും മോക്ക, ഇത് ഇവിടെ വെച്ച് തീർന്നു, വാ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം, അവിടെ ചെന്ന് സംസാരിക്കാന്ന് പറയും.
മോക്കയാണെങ്കിലോ ഫാദറിനെ കണ്ട് പേടിച്ച് അവിടെയുള്ള കമ്പി പിടിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ചാഞ്ഞു നിൽക്കും. ഇത് കാണുമ്പോ ഫാദറിനും പേടിയാകും. നോക്കും മോക്ക, നമുക്ക് സമാധാനത്തില് വീട്ടിൽ ചെന്നിരുന്ന് സംസാരിക്കാം. നീ താഴേക്ക് വീണ എന്താവും? എന്തായാലും മോള് കേറി വാ, നമുക്ക് സംസാരിക്കാന്ന് പറയും. മോക്കക്കാണെങ്കില ഇവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് താഴേലേട്ടൊക്കെ നോക്കും. അവിടെ മൊത്തം വെള്ളമാണ്. ഇനി വേറെ നിവർത്തിയില്ലാന്ന് മനസ്സിലാക്കി അങ്ങനെ തന്നെ മോക്ക താഴേക്ക് എടുത്ത് ചാടും. പുറകെ തന്നെ ഫാദറും ഇവളെ പിടിക്കാനായിട്ട് ചാടും. അങ്ങനെ രണ്ടുപേരും വെള്ളത്തിലേക്ക് വീഴും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് കിയോനെ കാണിക്കാണ്. കിയോ പെട്ടെന്ന് കണ്ണ് തുറന്ന് എഴുന്നേൽക്കും. അങ്ങനെ തന്നെ മോക്ക എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. കിയോന്റെ ഫാദർ ആണെങ്കിലോ അവനെ പിടിച്ച്, നീ എന്തായാലും സങ്കടപ്പെടണ്ട, കോസ്റ്റ് ഗാർഡ് അവളെ തെരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ തന്നെ കിയോ ഷോക്കാകും. അല്ല, കോസ്റ്റ് ഗാർഡ് എന്തിനാണ് മോക്കിനെ അന്വേഷിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ അടുത്തിരിക്കുന്ന യൂണും മോക്ക ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ മോക്കേനെ അന്വേഷിച്ച് ഫാദർ അങ്ങോട്ടേക്ക് ചെന്നു. രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുമ്പോ കാല് തന്നെ കടലിലേക്ക് വീണു. അതുകൊണ്ടാ കോസ്റ്റ് ഗാർഡ് അന്വേഷിക്കുന്നത്. ഇപ്പൊ ഭയങ്കര മഞ്ഞായത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞെന്ന് പറയും. ഇത് കേട്ട് ഫീൽ ചെയ്ത് കിയോയും കടലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നാളുകളും കടന്നു പോകും. അങ്ങനെ ജൂലൈ 1-ാം തീയതി റാൻസോയിലും ഓൾഡ് സിയോൾ സ്റ്റേഷനില് മോക്കക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും മോക്ക അവിടെ എത്തിയിട്ടില്ല. മോക്കക്ക് എന്താണ് പറ്റിയതെന്ന് ആർക്കും തന്നെ അറിയാൻ പാടില്ല. സ്കൂളിലുള്ള മോക്കയുടെ ഫ്രണ്ടും മോക്കേനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകും. അതേ ടൈം കിയോ മോക്കയുടെ ഫാദറിന്റെ കടയിലേക്ക് ചെല്ലും. ഫുഡൊന്നും കിട്ടാണ്ട് അവിടെയുള്ള മീനുകളും ചാവാറായി നിൽക്കുവാണ്. ഇത് കാണുമ്പോൾ കിയോന് വീണ്ടും സങ്കടം വരും. ഈ മീനുകൾ പോലെ തന്നെ ഒരു കൂട്ടിലടക്കപ്പെട്ട അവസ്ഥയിലായിരുന്നല്ലോ മോക്കയും കിയോയും ഉണ്ടായിരുന്നത്. അതൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് ഫ്രസ്ട്രേഷനൊക്കെ കൂടി അങ്ങനെ തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിച്ച് ആ മീനുകളെ എല്ലാം എടുത്ത് കടലിലേക്ക് റിലീസ് ചെയ്യും. ഞങ്ങൾക്കോ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനായിട്ട് സാധിച്ചില്ല, നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നും പറഞ്ഞിട്ട് അതിനെല്ലാം പറഞ്ഞു വിട്ട് അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കിയോ ഇമോഷണൽ ആയിട്ട് പൊട്ടി പൊട്ടി കരയാനായിട്ട് തുടങ്ങും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.